അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പോയിന്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ പോയിന്റേഴ്സിലെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു. പോയിന്റർ എന്താണ്, വാട്ട് ഇസ് എ പോയിന്റർ എന്ന് പറഞ്ഞു. പിന്നെ പോയിന്റർ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. പോയിന്റർ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് എക്സാമ്പിളൊക്കെ അന്ന് കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പോയിന്റേഴ്സിൻ്റെ ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് മെമ്മറി അലോക്കേഷൻ. സോ നമുക്കറിയാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ മുഴുവനും മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാമിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഇൻറ്റിജർ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഇനി ഒരു 10 ഇൻറ്റിജേഴ്സ് ഒന്നിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ അറേ എന്ന് പറയുന്നതും ഇൻറ്റിജർ എന്ന് പറയുന്നതും അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്ട്രക്ചർ എന്ന് പറയുന്നതൊക്കെ ആക്ച്വലി മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരു വേരിയബിളോ അല്ലെങ്കിൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു അറേ ഉപയോഗിച്ച് നമുക്ക് മെമ്മറിയിൽ വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇൻഡ് എ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ എഴുതി. ഇതിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. വാട്ട് ഇസ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് എ? എ ഈസ് ഓഫ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടർ മെമ്മറിയിലുള്ള 4 ബൈറ്റ്സ് അവിടെ റിസർവ് ചെയ്യും. 4 ബൈറ്റ്സ് നമ്മളവിടെ ഏതിനു വേണ്ടി റിസർവ് ചെയ്തു? എ എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി റിസർവ് ചെയ്തു. ആൻഡ് ഈച്ച് ബൈറ്റ് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ അഡ്രസ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വേണം. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മളൊരു ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞാൽ മെമ്മറി സ്പേസ് അവിടെ ഈ ഒരു വേരിയബിളിന് വേണ്ടി അവിടെ മാറ്റി വെക്കുമല്ലോ അല്ലെ? അല്ലെങ്കിൽ ഇത്രയും ബൈറ്റ്സ് 4 ബൈറ്റ്സ് ഈ എ എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി അവിടെ റിസർവ് ചെയ്ത് വെച്ചു. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിസർവിങ് ദ മെമ്മറി ഫോർ എ വേരിയബിൾ ഓർ എൻ അറേ ഓർ എനി അതർ ഡാറ്റ സ്ട്രക്ചർ ലൈക്ക് സ്ട്രക്ചർ. ഒരു വേരിയബിളിനോ അല്ലെങ്കിൽ ഒരു അറേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ സ്ട്രക്ചറിന് വേണ്ടി മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ മെമ്മറിയിൽ വരുന്ന ബൈറ്റ്സ് മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ റിസർവ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് മെമ്മറി അലൊക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2 രീതിയിലാവാം. മെമ്മറി അലൊക്കേഷൻ ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ് അത് നോക്കാം. So the 2 types of memory allocation methods are static memory allocation and dynamic memory allocation. എന്താണ് ഈ 2 വേർഡ്സിന്റെ അർത്ഥം? നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. വാട്ട് യു മീൻ ബൈ സ്റ്റാറ്റിക് ആൻഡ് വാട്ട് യു മീൻ ബൈ ഡൈനാമിക്. സ്റ്റാറ്റിക് മീൻസ് ദർ ഇസ് നോ ചേഞ്ച്. ചേഞ്ച് ഇല്ലാത്ത ഒരു കാര്യത്തിനാണ് നമ്മൾ വിളിക്കുക സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈനാമിക്. അപ്പോൾ ഡൈനാമിക് എന്ന് വെച്ചാലോ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെമ്മറി അലൊക്കേഷൻ്റെ കേസിൽ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ the memory is allocated before the program execution.
അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എത്ര മെമ്മറി വേണോ അത്രയും മെമ്മറി അവിടെ റിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിനെയാണ് എന്ത് വിളിക്കുക? സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രിഫറബിൾ ആവുന്നത് എപ്പോഴാണ്? നമുക്ക് ആദ്യം തന്നെ അറിയാം നമുക്ക് ഇത്ര മെമ്മറിയാണ് ആവശ്യം. ഇപ്പോൾ 4 ബൈറ്റ് അല്ലെങ്കിൽ 8 ബൈറ്റ്സ് അല്ലെങ്കിൽ 32 ബൈറ്റ്സ്, നമുക്ക് എത്ര ബൈറ്റ്സ് ആണ് ആവശ്യം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അറിയുമെന്നുണ്ടെങ്കിൽ, ഇഫ് യു നോ ഹൗ മച്ച് എമൗണ്ട് ഓഫ് മെമ്മറി ഈസ് നീഡഡ് ഇൻ അഡ്വാൻസ്, then you can prefer this method. ഏത് മെത്തേഡ്? ഈ പറയുന്ന സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ മെത്തേഡ് ആ സമയത്ത് നമുക്ക് പ്രിഫർ ചെയ്യാം. എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ പറ്റിക്കോളുന്നില്ല. ചിലപ്പോൾ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങി കഴിഞ്ഞിട്ടേ അറിയുള്ളൂ എത്ര മെമ്മറി നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. അങ്ങനത്തെ കേസിൽ നമുക്ക് സ്റ്റാറ്റിക് അലൊക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റുക? ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് വെച്ചാൽ allocating the memory or reserving the memory for a variable or an array or a structure or any other data structure during the execution of the program. Program execution നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പറയുന്ന വേരിയബിളിനോ അറേക്കോ അല്ലെങ്കിൽ സ്ട്രക്ചറോ ഏതോ ആയിക്കോട്ടെ അതിന് മെമ്മറി റിസർവ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ആദ്യം എഴുതിയ സ്റ്റേറ്റ്മെന്റ്, ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരുന്നു. ഇൻഡ് എ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇത് നമുക്ക് ആദ്യം തന്നെ അറിയാലോ, ഈ എ എന്ന് പറയുന്ന ഇൻഡിജർ വേരിയബിളിന് എത്ര ബൈറ്റ്സ് വേണം? വി ഓൾറെഡി നോ ദാറ്റ് എ നീഡ്സ് 4 ബൈറ്റ്സ്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ അറിയുന്നത് കൊണ്ട് ഈ രീതിയിലുള്ള ഡിക്ലറേഷൻ ഫോളോ ചെയ്യാൻ ഏത് മെത്തേഡാണ്? ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുക, സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോഗ്രാംസിലും വേരിയബിൾസും അറേയൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ. ഓക്കെ, ഇത് ക്ലിയർ? ഈ മെമ്മറി എവിടെ നിന്നാണ് അലൊക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി 2 ടൈപ്പ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയുടെ എക്സാമ്പിൾസ് ആണ് റാമും റോമും. അതിൽ റോം നമുക്ക് പോകണ്ട. റോം ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ബൂട്ടിംഗ് സീക്വൻസ് ആൻഡ് ഓൾ, അല്ലെങ്കിൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ളതാണ് റോം. റാമിലാണ് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുവഴി മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത് റാമിലാണ്. ഓക്കെ, അപ്പോൾ ഈ റാമിൽ നമുക്ക് എത്ര മെമ്മറി ആവശ്യമുണ്ടോ അത്രയും മെമ്മറി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി അലൊക്കേറ്റ് ചെയ്തു. അതായത് 4 ബൈറ്റ്സ് അവിടെ റിസർവ് ചെയ്ത് വെച്ചു ഈ എ എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടിയിട്ട്. അതവിടെ സ്ഥിരമായിട്ട് ഈ എ എന്ന് പറയുന്ന വേരിയബിളിന് കിട്ടില്ല. ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തീരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ബൈറ്റ്സ് ഇവിടെ അലൊക്കേറ്റ് ചെയ്ത 4 ബൈറ്റ്സ് തിരിച്ച് റാമിലേക്ക് തന്നെ മാറ്റണം, അല്ലെങ്കിൽ റിലീസ് ചെയ്യണം. അത് റാമിന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം, ഇത് നമ്മളിപ്പോൾ എഴുതിയത് ഒരു പ്രോഗ്രാമിലാവുമല്ലോ. ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തീരുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇവിടെ റിസർവ് ചെയ്തു വെച്ച അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്തു വെച്ച 4 ബൈറ്റ്സ് റാമിലേക്ക് തന്നെ തിരിച്ചു പോകും. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എനി അതർ എക്സ്പ്ലിസിറ്റ് മെത്തേഡ് ഫോർ ഡി അലോക്കേറ്റിംഗ് ദ മെമ്മറി. ഡി അലോക്കേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അലോക്കേറ്റ് ചെയ്ത മെമ്മറി റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ആരാണോ അത് നമുക്ക് തന്നത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അതിനാണ് ഡി അലോക്കേഷൻ എന്ന് പറയുന്നത്. അലോക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ മെമ്മറി തരുന്നു. ഡി അലോക്കേഷൻ എന്ന് വെച്ചാൽ ആരാണോ നമുക്ക് തിരിച്ചു തന്നത്, അല്ല ആരാണോ നമുക്ക് തന്നത് അയാൾക്ക് നമ്മൾ തിരിച്ച് അത് ഏൽപ്പിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അതിനാണ് ഡി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ ഈ പറയുന്ന ഡി അലോക്കേഷൻ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അലോക്കേഷനും ഡി അലോക്കേഷനും കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇൻഡ് എ എന്ന് പറയുന്ന ഡിക്ലറേഷനോട് കൂടി 4 ബൈറ്റ്സ് അവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്രോഗ്രാം അവസാനിക്കുന്നതോടുകൂടി അത് ഡി അലോക്കേഷൻ നടക്കുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യമാണ്. നമുക്ക് പോകാനുള്ള ഏതിലേക്കാണ്? രണ്ടാമത്തെ മെത്തേഡിലേക്കാണ്. ഏതാണ് സെക്കൻഡ് മെത്തേഡ്? സെക്കൻഡ് മെത്തേഡ് ഈസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിസർവിംഗ് ഓർ ഗിവിംഗ് മെമ്മറി ഫോർ എ വേരിയബിൾ or an array during the execution of the program.
പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് അറിയില്ല, ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു എത്ര മെമ്മറി നമുക്ക് വേണമെന്ന് അറിയില്ലായിരുന്നു. പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്ന സമയത്താണ് നമുക്കറിയാം എത്ര മെമ്മറി വേണമെന്ന് അറിയുന്നത്. ആ സമയത്ത് നമുക്ക് സപ്പോസ് നമുക്ക് കുറച്ച് മെമ്മറി ആവശ്യമുണ്ട്, റാമിന്ന് കുറച്ച് ബൈറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, സോ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ യു ഡോണ്ട് നോ ഹൗ മച്ച് എമൗണ്ട് ഓഫ് മെമ്മറി ഈസ് നീഡഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് അറിയാത്ത കേസിലാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മളൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. വി ആർ യൂസിങ് എ കീവേഡ് ഫോർ മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഏതാണ് ആ കീവേഡ്? ന്യൂ എന്ന് പറയുന്ന കീവേഡ്. ഓക്കെ, ഈ ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, ഒരു വേരിയബിളിന് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ അത് ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡി അലോക്കേറ്റ് ചെയ്യണ്ടേ, റാമിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഡി അലോക്കേറ്റ് ചെയ്യാൻ നമ്മൾ വേറൊരു കീവേഡാണ് യൂസ് ചെയ്യുക. ഏതാണ് ആ കീവേഡ്? ഡിലീറ്റ്. അപ്പോൾ ഈ രണ്ട് കീവേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഡൈനാമിക്കലി നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും അതുപോലെ ഡി അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇസ് ക്ലിയർ? അപ്പോൾ ആക്ച്വലി ഇത് കീവേഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഇതിനെ വിളിക്കുക ഓപ്പറേറ്റേഴ്സ് എന്നാണ്. അതായത് ഇതിനെ നമ്മൾ ന്യൂ ഓപ്പറേറ്റർ എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ന്യൂ ഓപ്പറേറ്റർ? ന്യൂ ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ് ഫോർ അലോക്കേറ്റിംഗ് മെമ്മറി ഡൈനാമിക്കലി. റൺ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ മെമ്മറി കൊടുക്കാൻ വേണ്ടി, ഒരു വേരിയബിളിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡിലീറ്റ്? ഡിലീറ്റ് ഓപ്പറേറ്റർ ഇസ് മെയിൻലി യൂസ്ഡ് ടു release the memory or deallocate the memory during the execution time or during the run time. Okay, so first we will see new operator. ആദ്യം നമുക്ക് എഴുതി നോക്കാം ന്യൂ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. As I already told you, new operator is used to allocate the memory dynamically. അതായത് മെമ്മറി റൺ ടൈമിൽ അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് മെമ്മറി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രോഗ്രാമിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മെമ്മറി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റേഴ്സിന്റെ ഇതെന്താണ്, പ്രത്യേകത എന്താണ്? ഓപ്പറേറ്റേഴ്സിന് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റർ മാത്രം പോരല്ലോ, ഓപ്പറൻഡ് വേണ്ടേ അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓപ്പറേറ്റേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ആസ് യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ടെർണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? an operator which operates with only one operand. ഒരു ഒരൊറ്റ ഓപ്പറൻറ്റിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുക. ബൈനറി എന്ന് വെച്ചാൽ 2 ഓപ്പറൻസ് ഉണ്ടാവും, ടെർണറിക്ക് 3 ഓപ്പറൻസ് ഉണ്ടാവും. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂണറി ഓപ്പറേറ്റർ. സോ ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ. ന്യൂ ഓപ്പറേറ്റർ ഏത് കാറ്റഗറിയിലാണ് വരിക? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂണറി ഓപ്പറേറ്റർ. ഓക്കെ, ഇനി അടുത്തൊരു എന്താ വെച്ചാൽ ഓപ്പറേറ്റർ മാത്രം പോരാ, ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ എന്ത് വേണം? ഓപ്പറൻഡ് വേണം. അപ്പോൾ ഈ ന്യൂ ഓപ്പറേറ്ററിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓപ്പറൻഡ് എന്താണ്? ദ ഓപ്പറൻഡ് യൂസ്ഡ് ഈസ് ഹിയർ ദ ഓപ്പറൻഡ് യൂസ്ഡ് ഈസ് എ ഡാറ്റ ടൈപ്പ്. ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ ഓപ്പറൻഡ് ആയിട്ട് വരിക. ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആവാം, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആവാം. നമ്മൾ പഠിച്ച 3 ഡാറ്റ ടൈപ്സും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഈ ന്യൂ ഓപ്പറേറ്ററിന്റെ കൂടെ ഓപ്പറൻഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ കൺസെപ്റ്റ് ഒന്നും കൂടി കുറച്ചുകൂടി കഴിയുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. എന്താണ് ഈ ഇവിടെ ഡാറ്റ ടൈപ്പ് എങ്ങനെ ഓപ്പറൻഡ് ആയി വരിക എന്നുള്ളത് ഇതിന്റെ സിന്റാക്സ് എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റർ വേണം, ഓപ്പറൻഡ് വേണം അല്ലേ? ഇനി ഓപ്പറേറ്റർ ഒരു റിസൾട്ട് റിട്ടേൺ ചെയ്യില്ലേ? അപ്പൊ അതേപോലെ ഇപ്പൊ ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ഒരു റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ എന്താണ് ഇത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഈ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ മറ്റൊന്നുമല്ല, ഇറ്റ്സ് അലോക്കേറ്റിംഗ് മെമ്മറി. ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു അരയ്ക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനോ ഒരു ആവശ്യമുള്ള അത്രയും മെമ്മറി കൊടുക്കുക അല്ലെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ന്യൂ ഓപ്പറേറ്ററിന്റെ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോ എന്താണ് ആ ഓപ്പറേഷൻ വഴി ഇത് റിട്ടേൺ ചെയ്യാം? ഈ ന്യൂ ഓപ്പറേറ്റർ എന്താണ് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് വിൽ റിട്ടേൺ, ദിസ് ഓപ്പറേറ്റർ വിൽ റിട്ടേൺ ആൻ അഡ്രസ്. ഒരു അഡ്രസ് ആണ് അത് റിട്ടേൺ ചെയ്യുക. ഓക്കെ,
അപ്പൊ എന്തിന്റെ അഡ്രസ്സാണ്, എന്ത് മെമ്മറിയാണോ അലൊക്കേറ്റ് ചെയ്തത്, ന്യൂ ഓപ്പറേറ്റർ വഴി നമ്മൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്തല്ലോ, ആ ഓരോ മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ് ഏത്, പോയിന്റേഴ്സ്. അപ്പോൾ ഒരു മെമ്മറിക്ക് വരുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ ആ മെമ്മറിക്ക് ഓൾറെഡി ഉള്ള അഡ്രസ് ആണ് ഈ പറയുന്ന ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ യൂണറി ഓപ്പറേറ്റർ, ന്യൂ ഓപ്പറേറ്റർ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദ ഓപ്പറന്റ് യൂസ്ഡ് അലോങ് വിത്ത് ന്യൂ ഓപ്പറേറ്റർ ഈസ് എ ഡാറ്റ ടൈപ്പ്. It can be a fundamental data type or a derived data type or a user defined data type. Then this new operator will return the address of the memory. അതായത് ഏത് മെമ്മറി ലൊക്കേഷൻ ആണോ അലൊക്കേറ്റ് ചെയ്തത് ആ മെമ്മറിയുടെ അഡ്രസ്സാണ് ഇത് തിരിച്ചു തരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ന്യൂ ഓപ്പറേറ്ററിന്റെ സിന്റാക്സിലേക്ക് വരാം. ഹൗ യു ക്യാൻ യൂസ് ദ ന്യൂ ഓപ്പറേറ്റർ. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യാനുള്ള സിന്റാക്സ് ആണ് ആദ്യം ഡാറ്റ ടൈപ്പ്, then pointer equal to new data type. ഇതാണ് ന്യൂ ഓപ്പറേറ്റർ വഴി മെമ്മറി അലൊക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ്. ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു, ദെൻ പോയിന്റർ വേരിയബിൾ കൊടുക്കുന്നു, ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന കീവേഡ്, പിന്നെ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. ഡാറ്റ ടൈപ്പിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതി, ഇൻഡിജർ എന്ന് എഴുതി, ഇൻഡ്. ഇനി പോയിന്റർ വേരിയബിളിന്റെ സ്ഥാനത്ത് എന്തെഴുതി, IPTR, ഇൻഡിജർ പോയിന്റർ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം IPTR ഈക്വൽ ടു ന്യൂ ഇൻഡ്. ഓക്കെ, ന്യൂ എന്നുള്ളത് വന്നു, കീവേഡ് വന്നു, പിന്നെ ഡാറ്റ ടൈപ്പ്. അപ്പൊ ഇനി ഇതിന്റെ ഇത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ബൈറ്റ്സ് ആവശ്യമുണ്ട്, 4 ബൈറ്റ്സ് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്ന് 4 ബൈറ്റ്സ് എടുത്തു, റാമിൽ നിന്ന് 4 ബൈറ്റ് എടുത്തു. ഓക്കെ, ഈ 4 ബൈറ്റ്സിനും ഓരോ ബൈറ്റിനും ഒരു അഡ്രസ് ഉണ്ടല്ലോ. അപ്പൊ സപ്പോസ് ഈ ബൈറ്റിന്റെ അഡ്രസ് 100 ആണെന്ന് വിചാരിക്കുക, ഈ ബൈറ്റിന്റെ അഡ്രസ് 101 ആണ്, ഈ ബൈറ്റിന്റെ അഡ്രസ് 102 ആണ്, ഇത് 103 ആണ്. ഇത് ക്ലിയർ? ഇനി എന്ത് സംഭവിക്കുന്നു, IPTR എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്. ഈ പോയിന്ററിലേക്ക് എന്താണ് ചെയ്യുന്നത്, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ന്യൂ ഓപ്പറേറ്റർ വിൽ റിട്ടേൺ ദ അഡ്രസ് എന്ന് പറഞ്ഞു അല്ലെ. അലൊക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ അഡ്രസ് റിട്ടേൺ ചെയ്യുന്നു പറഞ്ഞു. അലൊക്കേറ്റ് ചെയ്ത മെമ്മറി ഇപ്പൊ ഏതാണ്, ഈ 4 ബൈറ്റ്സ് ആണ്. അപ്പൊ ഈ 4 ബൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്രസ് ഏതാണ്, ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ് ആണ് 100. 4 അഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും ആവശ്യം നമുക്ക് ഏതാണ്, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ്സിനാണ് പ്രസക്തി. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ് ആയിട്ടുള്ള ഈ 100 എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഈ പോയിന്ററിലേക്ക് IPTR എന്ന് പറയുന്ന പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്തു. സോ നൗ IPTR എന്ന് പറയുന്ന പോയിന്റർ ഇറ്റ് ഈസ് സ്റ്റോറിംഗ് ദ അഡ്രസ് 100 or this pointer is pointing to this location. ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ് ഇത് IPTR. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ 4 ബൈറ്റ്സിന് ഇപ്പൊ പേരില്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ഇൻഡ് A എന്ന് എഴുതിയാൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 4 ബൈറ്റ്സ് ഇവിടെ അലൊക്കേറ്റ് ചെയ്യുന്നു അല്ലെ. ഈ 4 ബൈറ്റ്സിനും കൂടി ഒരു പേര് കൊടുക്കുന്നു. എന്താണ് പേര്, A എന്ന് കൊടുത്തു. അപ്പോ ഈ 4 ബൈറ്റ്സ് ഇപ്പൊ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ആണ്. എന്താ നെയിംഡ് എന്ന് പറഞ്ഞാല് പേര് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പേര് കിട്ടിയ ഒരു മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ 4 ബൈറ്റ്സ്. അപ്പൊ വേരിയബിളിന്റെ കേസിൽ എപ്പോഴും എന്തുണ്ടാവും വെച്ചാൽ അലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസിന് പേരുണ്ടാവും. ഓക്കെ, ഇത് ഏത് ടൈപ്പ് മെമ്മറി ലൊക്കേഷൻ ആണ്, ഇവിടെ ന്യൂ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇല്ല. ന്യൂ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇത് ആദ്യത്തെ ടൈപ്പാണ്, അതായത് സ്റ്റാറ്റിക് ആണ്. അപ്പൊ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷന്റെ പ്രത്യേകത എന്നാൽ ഇവിടെ വേരിയബിൾസ് ആണ് ഉപയോഗിക്കുക. ആ അലൊക്കേറ്റ് ചെയ്ത മെമ്മറിക്ക് എപ്പോഴും എന്തുണ്ടാവും, പേരുണ്ടാവും, നെയിംഡ് ആയിരിക്കും. പക്ഷേ
ഇത് ഡൈനാമിക്കലി അലൊക്കേറ്റ് ചെയ്ത മെമ്മറി ആയതുകൊണ്ട് ദർ ഇസ് നോ നെയിം ഫോർ ദീസ് ബൈറ്റ്സ്. ഈ 4 ബൈറ്റിനും ഇപ്പോൾ പേരില്ല, പക്ഷെ നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ബൈറ്റ്, ഇതിന്റെ ആദ്യത്തെ അഡ്രസ്സ്, ഈ അലൊക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ ആദ്യത്തെ അഡ്രസ്സ് ഇപ്പോൾ എവിടെ ഉണ്ട്? ഈ പറയുന്ന IPTR എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യേ അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഏത് ഉപയോഗിച്ച്? ഈ പറയുന്ന IPTR എന്ന് പറയുന്ന പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അത് ഞാൻ പറഞ്ഞു, ന്യൂ ഓപ്പറേറ്റേഴ്സ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ ഓപ്പറന്റ് ഉണ്ടാവുള്ളൂ. ഓപ്പറന്റ് എന്താണെന്ന് പറഞ്ഞത്? ഡാറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഏതാ ഡാറ്റ ടൈപ്പ്? ഈ കേസിൽ ഈ ന്യൂ ഓപ്പറേറ്റർ വഴി നമ്മൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാ ഉപയോഗിച്ച ഡാറ്റ ടൈപ്പ്? ഇന്റിജർ ആണ്. അപ്പോൾ ഇവിടെ ഓപ്പറന്റ് എന്ന് പറയുന്നത് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. ഈ ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന ഓപ്പറന്റ് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ. ഇനി വേറൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ന്യൂ ഓപ്പറേറ്റർ വിൽ റിട്ടേൺ ആൻ അഡ്രസ് എന്ന് പറഞ്ഞു. ന്യൂ ഓപ്പറേറ്റർ വഴി നമുക്കൊരു അഡ്രസ് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ചു കിട്ടിയ അഡ്രസ് ഏതാണ്? അതായത് ന്യൂ ഓപ്പറേറ്റർ വഴി റിട്ടേൺ ചെയ്ത അഡ്രസ് 100 ആണ്. ഫസ്റ്റ് ഈ 4 ബൈറ്റിലത്തെ ആദ്യത്തെ ബൈറ്റിന്റെ അഡ്രസ് ആയിട്ടുള്ള 100 ആണ്. ഈ 100 എവിടെയാണ് സ്റ്റോർ ചെയ്തത്? അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോയിന്റർ ഉപയോഗിച്ചത്. IPTR എന്നുള്ള പേരിലുള്ള പോയിന്റർ യൂസ് ചെയ്തിട്ടുള്ള എന്തിനു വേണ്ടിയാണ്? ഈ അലൊക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ ഫസ്റ്റ് ബൈറ്റിന്റെ അഡ്രസ് നമുക്ക് വേണം. ആ അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മെമ്മറി കൊണ്ട് കാര്യമുള്ളൂ. ഈ മെമ്മറിയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഈ മെമ്മറി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ അഡ്രസ് വേണം. അപ്പോൾ അഡ്രസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പോയിന്റർ വേണം. ഓക്കെ. അപ്പോൾ ഇതാണ് ന്യൂ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. ഇനി ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് വേറെയും എഴുതാൻ പറ്റും. ഇപ്പൊ ഞാൻ എഴുതിയത് എങ്ങനെയാണ്? ഒരു ഇന്റിജറിനല്ലേ ഇപ്പൊ അലൊക്കേറ്റ് ചെയ്തത്. ഇനി അതേപോലെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫ്ലോട്ട് സ്റ്റാർ FPTR ഈക്വൽ ടു ന്യൂ ഫ്ലോട്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? സെയിം ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്താണ് വ്യത്യാസം? എന്തുള്ളൂ? ഇവിടെ ഓപ്പറന്റ് എന്താണ്? ഇന്റിജറിന് പകരം ഇവിടെ ഓപ്പറന്റ് യൂസ് ചെയ്തത് ഫ്ലോട്ട് ആണ്. അപ്പോൾ എത്ര ബൈറ്റ്സ് ഉണ്ടാവും? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 4 ബൈറ്റ്സ്. Again 4 bytes because float also needs 4 bytes. Okay. ഫ്ലോട്ടിന് എത്ര ബൈറ്റ്സ് മതി? 4 ബൈറ്റ്സ് മതി. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ആദ്യത്തെ അഡ്രസ് ഇപ്പോൾ 1000 ആണ്, രണ്ടാമത്തെ 1001, 1002, 1003 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ അഡ്രസ്സിന്റെ ഈ 1000 ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്ററാണ് ഇത് ഈ പറയുന്ന FPTR. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിന്റെ കേസാണ്. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനും മെമ്മറി അലൊക്കേഷൻ നടത്താൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചെറിയൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാം. സ്ട്രക്ട് കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇന്റ് റിയൽ, ഇന്റ് ഇമാജിനറി. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്യും. ഏതാ സ്ട്രക്ചർ നെയിം ഈസ് കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ ആണ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇതിൽ 2 വാല്യൂസ് ആണുള്ളത്, 2 എലിമെന്റ്സ് ആണുള്ളത്. ഒന്ന് റിയൽ എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട്, രണ്ടാമത് ഇമാജിനറി എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു ഡാറ്റ ടൈപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഡാറ്റ ടൈപ്പ്? കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഡാറ്റ ടൈപ്പിന്റെ പേര്. ഇനി നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കണമെങ്കിൽ ആ സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോംപ്ലക്സ് C1. ഇപ്പോൾ ഇവിടെ C1 എന്ന് പറയുന്നത് ഒരു ടൈപ്പ് വേരിയബിൾ ആണ്. കോംപ്ലക്സ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന്റെ ഒരു വേരിയബിൾ ആണ് ഇത് C1. ഓക്കെ, അപ്പൊ ഇനി ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ പുതിയതായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെമ്മറി അലൊക്കേഷൻ നടത്താം. ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെ എഴുതും? നേരത്തെ എഴുതിയ അതേ സിന്റാക്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഡാറ്റ ടൈപ്പിന്റെ സ്ഥാനത്ത് നേരത്തെ നമ്മൾ എന്താ എഴുതിയത്? ആദ്യം എഴുതിയ എക്സാമ്പിൾ ഇന്റ് എഴുതി, രണ്ടാമത് എഴുതിയ എക്സാമ്പിൾ ഫ്ലോട്ട് എഴുതി അല്ലെ? ഇനി ഇവിടെ ഏതാ ഡാറ്റ ടൈപ്പ്? ഈ കേസിൽ ഡാറ്റ ടൈപ്പ് കോംപ്ലക്സ് എന്നാണ്. ബിക്കോസ് സ്ട്രക്ചർ നെയിം ഇസ് യൂസ്ഡ് ആസ് ദ ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചറിന്റെ പേരാണ് ഡാറ്റ ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് ആയിട്ട് എന്ത് കൊടുക്കുന്നു? കോംപ്ലക്സ് എന്ന് കൊടുക്കുന്നു. നൗ പോയിന്റർ വേരിയബിൾ സ്റ്റാർ CPTR ഈക്വൽ ടു ന്യൂ
കോംപ്ലക്സ്. ഓക്കെ, ആദ്യം ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള കോംപ്ലക്സ് കൊടുത്തു, ദെൻ പോയിന്റർ നെയിം കൊടുത്തു, പോയിന്റർ വേരിയബിൾ നെയിം കൊടുത്തു, സ്റ്റാർ CPTR ഈക്വൽ ടു ന്യൂ, പിന്നെ കോംപ്ലക്സ്, അഗൈൻ ഡാറ്റ ടൈപ്പ്. നേരത്തെ അതേ സിൻടാക്സ് തന്നെ, നേരത്തെ നമ്മൾ ഉപയോഗിച്ച സെയിം സിൻടാക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഒറ്റ വ്യത്യാസമുള്ളൂ, നേരത്തെ ഇവിടെ ഇന്റിജറും ഫ്ലോട്ടും ആയിരുന്നു, ഇവിടെ അതിന് പകരം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള കോംപ്ലക്സ് സ്ട്രക്ചർ നെയിം ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ന്യൂ ഓപ്പറേറ്റർ വെച്ച്. എന്തിനൊക്കെ? ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇന്റിജറോ ഫ്ലോട്ടോ ക്യാറോ ഡബിളോ, ഈ പറയുന്ന 4 ഡാറ്റ ടൈപ്സിൽ ഏത് ഡാറ്റ ടൈപ്പിന് വേണമെങ്കിലും നമുക്ക് മെമ്മറി അലൊക്കേഷൻ നടത്താം ന്യൂ വെച്ചിട്ട്. അതും പോരാഞ്ഞ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സിന് നമുക്ക് ഇതേമാതിരി കൊടുക്കാൻ പറ്റും, മെമ്മറി അലൊക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഇനി ഒരു അറേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അറേ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡിറൈവ്ഡ് ഡാറ്റ അല്ലേ. ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള അറേക്ക് നമുക്ക് ഈ രീതിയിൽ മെമ്മറി അലൊക്കേഷൻ നടത്താൻ പറ്റും ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, എങ്ങനെയാണ് ഈ അലൊക്കേറ്റ് ചെയ്ത മെമ്മറിയിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ആ ഒരു ആദ്യം എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടി എഴുതാം. ഇന്റ് സ്റ്റാർ IPTR ഈക്വൽ ടു ന്യൂ ഇന്റ്. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത്. ഇവിടെ സംഭവിച്ചതാണ്, IPTR എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആദ്യം അലൊക്കേറ്റ് ചെയ്തു. ഫസ്റ്റ് ബൈറ്റ് 100, 101, 102, 103. Now this is IPTR. IPTR is storing the address 100. So now this is pointing to this address. 100 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ് ഇത് IPTR. ഇനി എന്ത് വേണം? ഈ പറയുന്ന 4 മെമ്മറി ലൊക്കേഷൻസിലേക്കും കൂടി നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യണം. ഒരു 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം, 5 ഇന്റിജർ 5 സ്റ്റോർ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മളെ കയ്യിൽ ഇപ്പോൾ വേരിയബിൾ ഒന്നും ഇല്ലല്ലോ, ഇതിന് പേരില്ലല്ലോ, ഈ 4 ബൈറ്റ്സിന് ഇപ്പോൾ ഒരു പേരില്ല. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ആകെ ഒരു വഴിയുള്ളൂ, ഈ IPTR എന്ന് പറയുന്ന പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതുന്നു ചോദിച്ചാൽ സ്റ്റാർ IPTR ഈക്വൽ ടു 5. സ്റ്റാർ IPTR ഈക്വൽ ടു 5. ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഓപ്പറേറ്ററിന്റെ പേരെന്താണ്? ദിസ് ഓപ്പറേറ്റർ ഇസ് നോൺ ആസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഓർ വാല്യുവേറ്റ് ഓപ്പറേറ്റർ ഓർ ഡീറഫറൻസ് ഓപ്പറേറ്റർ. 3 പേരുണ്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് പോയിന്റർ നെയിം കൊടുക്കും ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഈ IPTR എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ് ചെയ്യുന്ന അഡ്രസ് ഏതാണ്? പോയിന്റ് ചെയ്യുന്ന അഡ്രസ് ഏതാണ്? 100. ഈ 100 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കുള്ള വാല്യൂ അറ്റ് IPTR, which means value at 100. ഈ 100ൽ എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്? 100 മീൻസ് ബാക്കി ബൈറ്റ്സും കൂടി വരും അതിന്റെ കൂടെ. ഏതാണ് വാല്യൂ? 5. അപ്പോൾ ഇതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ പറയുന്ന 4 ബൈറ്റ്സിലും കൂടി ആയിട്ട് 5 സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷൻസിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതന്നെ വേറെ രീതിയിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് 5 അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ ആണ് അതിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇൻപുട്ട് ചെയ്യാനുള്ള കീവേഡ് ഏതാണ്? കീവേഡ് അല്ല, പ്രീഡിഫൈൻഡ് ഐഡന്റിഫയർ ഏതാണ്? സീൻ അല്ലേ. അപ്പോൾ നമുക്ക് CIN വഴി എഴുതാം. CIN സ്റ്റാർ IPTR. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ IPTR എന്ന് പറയുന്ന ഇതിൽ 100ലേക്ക് ഇപ്പൊ 5 അല്ല വരിക, എന്താ വരിക? ഇതിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ് വരിക. പ്രോഗ്രാം വഴി നമ്മൾ എന്ത് വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നത്, ആ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ പറയുന്ന അഡ്രസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്കിപ്പോൾ വാല്യൂ ഇൻപുട്ട് ചെയ്യല്ല വേണ്ടത്, അസൈൻ ചെയ്യല്ല വേണ്ടത്. ഡയറക്റ്റ്ലി നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെ എഴുതുന്നു ചോദിച്ചാൽ അതിനുള്ള സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് പാരന്തസിസിൽ എന്ത് ചെയ്യും? വാല്യൂ കൊടുക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ IPTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് 5. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ 5 എന്ന് പറയുന്ന വാല്യൂ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ, ഈ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 5 ആ 4 ബൈറ്റ്സിലേക്കും സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇനീഷ്യലൈസേഷനും പോസിബിൾ ആണ്. യു ക്യാൻ ഇനീഷ്യലൈസ് ദ മെമ്മറി
വിച്ച് ഈസ് ഡൈനാമിക്കലി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. ന്യൂ ഓപ്പറേറ്റർ വഴി ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലേക്ക് നമുക്കൊരു വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ എഴുതുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അവസാനം എന്ത് ചെയ്യണം, റിലീസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഫ്രീ ആക്കണം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിന്റെ പേരാണ് ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ് എന്നുള്ള ഓപ്പറേറ്റർ ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അത് ഉപയോഗിക്കാം, ഡിലീറ്റ് ഓപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യും? അവിടെ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഏതിലാണുള്ളത്, IPTR ഉള്ളത്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ വഴി എഴുതുമ്പോൾ എങ്ങനെ വരും വെച്ചാൽ ഡിലീറ്റ് IPTR ഇത്ര എഴുതിയാൽ മതി. ഡിലീറ്റ് IPTR. അപ്പോൾ IPTR എന്ന് പറയുന്ന പോയിന്റർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പോയിന്റർ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി ഈ പോയിന്ററിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന 4 ബൈറ്റ്സ് ഉണ്ടല്ലോ, 100, 101, 102, 103. ആ 4 ബൈറ്റ്സും ഈ പോയിന്ററിന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അത് തിരിച്ചവിടേക്ക് തന്നെ പോയി, റാമിലേക്ക് തന്നെ പോയി. ക്ലിയർ ആയോ? അലൊക്കേറ്റ് ചെയ്ത മെമ്മറി തിരിച്ച് റാമിലേക്ക് തന്നെ കൊടുത്തു. അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ്. അപ്പോൾ ന്യൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ലാസ്റ്റിൽ എന്തും കൂടി ഉപയോഗിക്കണം, ഡിലീറ്റ് ഉപയോഗിക്കണം. ന്യൂ ഉപയോഗിച്ചു ഡിലീറ്റ് ഉപയോഗിച്ചതുമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കുറച്ച് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അതാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാൻ. So next we have to discuss the topic memory leak. മെമ്മറി ലീക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ അടുത്ത് നോക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. ഈ മെമ്മറി ലീക്ക് എന്ന് വെച്ചാൽ എന്താണ്? മെമ്മറി ലീക്ക് ചെയ്ത് പോവാന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ മെമ്മറി നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു. ആ ഒരു ഇതിനെയാണ് മെമ്മറി ലീക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ ഇൻഡ് PTR ഈക്വൽ ടു ന്യൂ ഇൻഡ് എന്ന് പറഞ്ഞിട്ട് മെമ്മറി അലൊക്കേഷൻ നടത്തി ന്യൂ വെച്ചിട്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് 4 ബൈറ്റ്സ് കിട്ടിയില്ലേ? ഈ 4 ബൈറ്റ്സ് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? PTRന്റെ കയ്യിലാണ്. PTR ആദ്യത്തെ ബൈറ്റിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്ററാണ്. ഇത് വെച്ച് നമ്മൾ കുറെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യാൻ മാറുന്നു. പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാൻ മാറുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ 4 ബൈറ്റ്സ് ഈ PTRന്റെ കയ്യിൽ തന്നെ അങ്ങനെ നിൽക്കും. അത് റാമിലേക്ക് റിലീസ് ചെയ്യാതെ ഇവിടെ തന്നെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങൾ റൺ ചെയ്തു പ്രോഗ്രാം, ആദ്യം എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണല്ലോ ഇത് കിട്ടിയത്. ഈ 4 ബൈറ്റ്സ് PTRന് കിട്ടി. സെക്കൻഡ് ടൈം വീണ്ടും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എഗെയിൻ ഒരു 4 ബൈറ്റും കൂടി കിട്ടും. അപ്പൊ എത്ര ബൈറ്റ്സ് ആയി? 8 ബൈറ്റ്സ് ആയി. തേർഡ് ടൈം നിങ്ങൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 4 ബൈറ്റും കൂടി കിട്ടി. അപ്പൊ എത്ര ബൈറ്റ്സ് ആയി? എഗെയിൻ 4 + 4 8 + 4 12 ബൈറ്റ്സ് ആയി. എഗെയിൻ അത് പിന്നെ 16 ബൈറ്റ്സ് ആവും. അങ്ങനെ അതിങ്ങനെ കൂടി വരും. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാൻ മറന്നു, അല്ലെങ്കിൽ അത് എഴുതാൻ മറന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പ്രോഗ്രാം ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റാമിൽ നിന്ന് ഈ പറയുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മെമ്മറി ഇങ്ങനെ ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റാമിന്റെ ടോട്ടൽ മെമ്മറി കുറഞ്ഞു വരില്ലേ, ലീക്ക് ചെയ്തു പോവല്ലേ അല്ലെ? ഈ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് മെമ്മറി ലീക്ക്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ, ഇവിടെ ഡിലീറ്റ് ഉപയോഗിക്കാതെ വെറുതെ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ മെമ്മറി ഇതില്ലേ, ഈ മെമ്മറി ബ്ലോക്കിനാണ് ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയാം. ഓക്കെ, ദിസ് മെമ്മറി ബ്ലോക്ക് ഈസ് നോൺ ആസ് orphaned memory block. അപ്പോൾ എന്താണ് orphaned memory block? A memory which is allocated to a pointer and it is not deallocated after the use. അതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് ഡീഅലോക്കേറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാതെ ഇങ്ങനെ ഈ ഒരു പോയിന്ററിന്റെ കയ്യിൽ തന്നെ അതിങ്ങനെ ഇരിക്കുക ആ മെമ്മറി. അങ്ങനെയുള്ള ആ ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറിനെ വിളിക്കുക ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഓർഫൻഡ് മെമ്മറി ബ്ലോക്കിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ അളവ് ഇങ്ങനെ കൂടി വരില്ലേ? ഡിലീറ്റ് ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കൂടി വരും.
അങ്ങനെ ഫൈനലി ഒരു സിറ്റുവേഷനിൽ എത്തും. എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ റാമിലുള്ള എല്ലാ മെമ്മറി ആരുടെ കയ്യിലേക്ക് വന്നു? ഈ പറയുന്ന പോയിന്റർ വേരിയബിളിന്റെ കയ്യിലേക്ക് വന്നു, PTRന്റെ കയ്യിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഈ ഓരോ പ്രാവശ്യം ഇതിൽ നിന്ന് ഇങ്ങനെ മെമ്മറി പോകുന്ന ഈ അവസ്ഥയെ ആണ് നമ്മൾ വിളിക്കുക മെമ്മറി ലീക്ക് എന്ന് പറയാം. ഇത് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. മിക്കവാറും വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ഡു യു മീൻ ബൈ മെമ്മറി ലീക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ ആ സമയത്ത് എഴുതുന്നത്. ഇനി ഇതിനുള്ള റീസൺസ് ആണ് അടുത്ത് നോക്കുന്നത്. റീസൺസ് എന്ന് വെച്ചാൽ എന്താണ്? കാരണങ്ങൾ. മെമ്മറി ലീക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം? ഒരു റീസൺ നമ്മളിപ്പോൾ പറഞ്ഞു, എന്താണ്? we have forgotten to use the delete keyword. ഡിലീറ്റ് ഓപ്പറേറ്റർ. നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ കൊടുക്കാൻ മറന്നുപോയി. ഓക്കെ, ന്യൂ നമ്മൾ കൊടുത്തു, പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ മറന്നു. അപ്പൊ ഡിലീറ്റ് ഓപ്പറേറ്റർ കൊടുക്കാൻ മറന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? മെമ്മറി ലീക്കിലേക്ക് പോയി. ഇനി ചില സമയത്ത് അങ്ങനെയല്ല, ഡിലീറ്റ് ഓപ്പറേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ ഡിലീറ്റ് ഓപ്പറേറ്റർ ബൈപ്പാസ് ചെയ്ത് പോകും. ബൈപ്പാസ് ചെയ്ത് പോകാന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാതെ പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ കണ്ടീഷൻ കൊടുത്തു, ഇഫ് കണ്ടീഷൻ കൊടുത്തു. ഈ ഇഫിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഡിലീറ്റ് കൊടുത്തത്. ഡിലീറ്റ് PTR എന്ന് കൊടുത്തു. ഇവിടെ എൽസും ഉണ്ട്. അപ്പോ ഇപ്പൊ ഡിലീറ്റ് എപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെ? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് വർക്ക് ചെയ്യുള്ളൂ. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറെ എൽസിലേക്ക് പോവാ. എൽസിൽ നമ്മൾ ഡിലീറ്റ് എഴുതിയിട്ടില്ല, അപ്പൊ ആ സമയത്ത് ഡിലീറ്റ് വർക്ക് ചെയ്യാതെ പോകും. എപ്പോഴും കണ്ടീഷൻ ട്രൂ ആണെന്നില്ലല്ലോ, ചില സമയത്ത് കണ്ടീഷൻ ഫാൾസ് ആയിട്ട് വരും. അപ്പൊ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ഡിലീറ്റ് വർക്ക് ചെയ്യില്ല. ഡിലീറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ മെമ്മറി റിലീസ് ചെയ്യില്ല. മെമ്മറി റിലീസ് ആയില്ലെങ്കിൽ എന്തിലേക്ക് പോകും? മെമ്മറി ലീക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഈ റീസൺ നമുക്ക് എങ്ങനെ പറയാം? bypassing the delete statement. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? This is happening due to the programmer's poor logic. പ്രോഗ്രാം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രോഗ്രാമർ അത് ചിന്തിക്കുന്നില്ല. ലോജിക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ കറക്റ്റായ രീതിയിൽ കൂടി ചിന്തിക്കാതെയാണ് പ്രോഗ്രാം നമ്മൾ എഴുതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു എററാണ് ബൈപാസിംഗ് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി മൂന്നാമത് ഒരു റീസൺ കൂടി ഉണ്ട്. അതായത് allocating the address to a pointer which is already assigned to another object. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റർ നമ്മൾ ഓൾറെഡി ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിന്ററിലേക്ക് നമ്മൾ വേറൊരു മെമ്മറി അതിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു പോയിന്റർ ഓൾറെഡി ഒരു മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അലോക്കേറ്റഡ് ആയി നിൽക്കുകയാണ്. ആ പോയിന്ററിലേക്ക് നമ്മൾ അത് റിമൂവ് ചെയ്യാതെ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു അഡ്രസ് അതിലേക്ക് അസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ പ്രശ്നം വരും. അതായത് ആദ്യത്തെ അഡ്രസ് അവിടെ നിൽക്കുകയാണ്, ആ അഡ്രസ് അവിടെ പോയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 റീസൺസ് ആണ് ഈ പറയുന്ന മെമ്മറി ലീക്ക് എന്ന് പറയുന്ന സിറ്റുവേഷന് ഉള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നിങ്ങൾക്ക് തന്ന നോട്ട്സിൽ അത് തന്നിട്ടുണ്ട്. അതെല്ലാവരും ആ ഭാഗം വായിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഇന്ന് നമ്മൾ പോയിന്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മെമ്മറി അലൊക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. മെമ്മറി അലൊക്കേഷൻ എന്ന് വെച്ചാൽ ഒരു വേരിയബിളോ ഒരു അരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാവട്ടെ, സ്ട്രക്ചറോ ഏതോ ആവട്ടെ, അതിന് മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുന്നത്. മെമ്മറി അലൊക്കേഷൻ രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. ഓക്കെ, ഇനി സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എന്താണ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് അലൊക്കേഷൻ ഓഫ് മെമ്മറി വിച്ച് ഇസ് ഡൺ ഡ്യൂറിംഗ് ദ പ്രോഗ്രാം കമ്പൈലേഷൻ ഓർ ബിഫോർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള മെമ്മറി റിസർവ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് ഏത് ഈ പറയുന്ന സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ. ഓക്കെ, അത് എപ്പോഴാണ് സ്യൂട്ടബിൾ ആവുക? ഇഫ് യു നോ ഹൗ മച്ച് എമൗണ്ട് ഓഫ് മെമ്മറി ഈസ് ടു ബി അലൊക്കേറ്റഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് ആദ്യം തന്നെ അറിയാം എത്ര എമൗണ്ട് ഓഫ് മെമ്മറി നമുക്ക് ആവശ്യമുണ്ട്. ആ മെത്തേഡിലാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലാണ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നത്. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ റൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അലൊക്കേഷൻ നടത്തുക, മെമ്മറി അലൊക്കേഷൻ നടത്തുക, അല്ലാതെ കമ്പൈലേഷൻ ടൈമിലല്ല. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേറ്ററാണ് ന്യൂ എന്ന് പറയുന്നത്. അതൊരു കീവേഡും കൂടിയാണ്. അപ്പോൾ ഈ അലൊക്കേറ്റ് ചെയ്ത ന്യൂ വെച്ച് അലൊക്കേറ്റ് ചെയ്ത മെമ്മറി നിർബന്ധമായും ഡി അലൊക്കേറ്റ് ചെയ്യണം ആവശ്യം കഴിഞ്ഞാൽ. അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ്. ഇനി ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ നമ്മൾ മറന്നുപോയാൽ അല്ലെങ്കിൽ വിട്ടുപോയാൽ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.